മലയാള സിനിമയിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു കഥ പറച്ചിൽ രീതിയാണ് രേഖാചിത്രം എന്ന ആസിഫ് അലിയുടെ ഏറ്റവും പുതിയ സിനിമയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ജോഫിൻ ടി ചാക്കോ എന്ന് പറയുന്ന സംവിധായകൻ്റെ വളരെ മികച്ചൊരു കലാസൃഷ്ടിയായിട്ടാണ് രേഖാചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു സിനിമയ്ക്കുള്ളിലെ സിനിമയെന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സിനിമയാണ് രേഖാചിത്രം. ഇതിലെ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ ആസിഫ് അലിയുടെയും അനശ്വര രാജൻ്റെയും വളരെ കിടിലനായിട്ടുള്ളൊരു പെർഫോമൻസ് കാണാം. അതുപോലെ തന്നെ പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ സപ്പോർട്ടിംഗ് കാസ്റ്റുകളാണ്. സപ്പോർട്ടിംഗ് കാസ്റ്റിൽ കൊണ്ടുവന്നിരിക്കുന്ന കഥാപാത്രങ്ങളുടെ ആ ഒരു പ്ലേസ്മെൻറ്റ് അടിപൊളിയാണ്. കുറച്ചേ ഉള്ളൂ സപ്പോർട്ടിംഗ് കാസ്റ്റിലെ ആ ഒരു പെർഫോമൻസ് റോള്, പക്ഷേ എല്ലാവരെയും വളരെ കൃത്യമായിട്ടാണ് ഈ സിനിമയിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ വൃത്തിക്കും വെടിപ്പിനും AI ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് രേഖാചിത്രം. മമ്മൂട്ടിയുടെ ആ ഒരു ചെറിയൊരു ഫിഗർ ഔട്ടൊക്കെ അടിപൊളിയായിട്ടാണ് ഈ സിനിമയിൽ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതുപോലത്തെ ഒരു സ്ക്രീൻ പ്ലേ മലയാള സിനിമയിൽ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഒരു സിനിമയുടെ ലൊക്കേഷനിൽ നടന്നിട്ടുള്ള ഒരു കഥയാണ് ഈ സിനിമയുടെ ആധാരം എന്ന് പറയുന്നത്. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള മാച്ചിങ് ആയിട്ടുള്ളൊരു സീൻ കോമ്പിനേഷൻ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അത്രയ്ക്കൊരു കിടിലായിട്ടുള്ളൊരു റൈറ്റിംഗ്. സിനിമയുടെ ഒരു ലെങ്തി ഡ്യൂറേഷൻ കുറച്ച് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ടോട്ടൽ അടിപൊളിയായിട്ടുള്ളൊരു വർക്ക്ഫുൾ ആയിട്ടുള്ളൊരു വാച്ചിങ് ആണ് ഈ വർഷം തിയേറ്ററിൽ നിന്ന് ഈ ഒരു രേഖാചിത്രം കണ്ടിറങ്ങി കഴിഞ്ഞപ്പോൾ കിട്ടിയിട്ടുള്ളത്.